ഞാൻ നെറ്റ്വർക്കില്ല, കറണ്ടില്ല, ഒന്നുമില്ല. ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ മൂന്നും കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും എന്തോ പെട്ടെന്ന് ആ ആള് മാത്രം, വേറെ ആരുമില്ല. ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട്. ഈ 2 ബാഗ് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഇല്ലേ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ. എന്തായാലും എൻ്റെ ഡാറ്റ. ബാക്ക് പാക്കർ അരുണിമ അറിയാലോ. കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള ഒരു അച്ചായൻ്റെ കുടുംബം തകർത്തതിന് ശേഷം അരുണിമ നേരെ പോയത് മെക്സിക്കോയിലേക്കാണ്. അപ്പോൾ മെക്സിക്കോയിൽ ഇപ്പോൾ കൊട്ടും ചൂടാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റിയ സമയമല്ല, ഭയങ്കര ചൂടാണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അരുണിമ എന്ത് ചെയ്തു, അവിടെ കറങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആരുമില്ലാതെ നടുറോഡിൽ നിന്ന സമയത്ത് ഒരു ചങ്ങായി ലിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലിഫ്റ്റ് കൊടുത്ത ചങ്ങായി പറയുകയാണ്, ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം ഒപ്പിച്ചു തരാം, പക്ഷേ ആരും അറിയാൻ പാടില്ല. ആരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിൻ്റെ ഭാര്യ ഒന്നും അറിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട അരുണിമയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്നാലും ധൈര്യം സംഭരിച്ച്, അറിയാലോ അരുണിമ ബുദ്ധിമുട്ടുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് എടുത്തു. അപ്പോൾ ഒരു സംശയം തോന്നിയെങ്കിലും പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, പുള്ളിക്കാരൻ പറഞ്ഞ, അതായത് ഈ പറയുന്ന ആൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അയാളുടെ ഒരു ഫാം ഹൗസ് പോലുള്ളൊരു സംഭവമാണ്. അവിടെ ഒരു കുന്നിൻ്റെ മുകളിലാണ്, വേറെ ആരുമില്ല. ആ വീട്ടിൽ അരുണിമ താമസിക്കുകയാണ്. അതാണ് സീൻ. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത്, ആ രാത്രിയിലെത്തിയ സമയത്ത് അരുണിമ പേടിച്ച് അരണ്ട് കിടക്കുന്ന വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. വളരെ ഭീതിയോട് കൂടിയാണ് നമ്മൾ ആ വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ അരുണിമ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവും. അമ്മാതിരി ആ ഒരു ആംബിയൻസിലാണ് അരുണിമ കാര്യം പറഞ്ഞത്. ആ ഒരു എപ്പിസോഡ് നിർത്തുന്നത് ഭയങ്കര നമ്മളൊരു മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അരുണിമ ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ അവസാന ഭാഗം മാത്രം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല. എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും പേടി തോന്നാറില്ല. ഇത് മൊത്തത്തിലൊരു എന്തോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഭയങ്കര സൗണ്ടും. പുള്ളി പറഞ്ഞു ഭാര്യയ്ക്ക് അറിയില്ല ഞാനിവിടെ താമസിക്കുന്നത്, ഭാര്യയോട് പറഞ്ഞാൽ പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞു. സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ല എല്ലാവരോടും പറയുന്നതാണ്. ഇതെന്താ പ്രശ്നം എന്നല്ല. ഇവിടെ 3 റൂമുണ്ട്. പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്, ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പം എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ സംശയം. എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സേഫാണെന്നും പറഞ്ഞു. അതിനുശേഷം എനിക്കാകെ കൺഫ്യൂഷനായി, ഡബിൾ മൈൻഡായി. ഭയങ്കര എന്താ പറയേണ്ടതെന്നറിയില്ല സംഭവിക്കുന്നത്. ഭയങ്കര സൈലൻ്റ് അവിടെ, ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. ഭയങ്കര ഇതായിട്ടാണുള്ളത്. ഞാൻ അതേ ഡ്രസ്സിൽ അങ്ങനെ ഉറങ്ങാണ്. രാവിലെ എന്തായാലും 5 മണിക്ക് എണീച്ച് പോകാനുള്ളതല്ലേ, തണുപ്പുമാണ്, അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് രാവിലെ 5 മണിയായിട്ട് എണീച്ച് പോയാൽ മതിയായിരുന്നു. സാധാരണ എനിക്കങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും, പക്ഷെ എന്നാലും ഒരു പേടി തോന്നാറില്ല. ഇതിപ്പോൾ എന്താ അറിയില്ല, മൊത്തത്തിൽ സൈലൻ്റ് ആയിട്ടാണോ, കാട്ടിലായിട്ടാണോ, ആളുടെ സംസാരം അങ്ങനെ ആയിട്ടാണോ, അതോ ഫുഡൊന്നും കഴിക്കാനായിട്ടാണോ എന്താണെന്നറിയില്ല. വല്ല ഒരു ആവശ്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരേണ്ടത്. ആള് പറഞ്ഞ് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ചാടിക്കറി പോന്നാ. വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ ഇവിടെ ഒറ്റയ്ക്കൊന്നും ആരും താമസിക്കില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരാളും, അതായത് അരുണിമേൻ്റെ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും നല്ല പേടിയുണ്ടാവും. അതായത് ഈ രാത്രി എങ്ങനെ ഈ അരുണിമ അവിടെ കഴിച്ചു കൂട്ടും, അല്ലെങ്കിൽ എന്ത് ധൈര്യമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ആദ്യം പിടിച്ചിങ്ങനെ നിൽക്കും. അതായത് പിറ്റേ ദിവസത്തെ എപ്പിസോഡ് വരുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നിട്ടോ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ അരുണിമ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അതാണ് ഇവിടുത്തെ ചെറിയൊരു പ്രശ്നം. വലിയ പ്രശ്നമൊന്നുമല്ല, അത് അരുണിമേൻ്റെ ഇഷ്ടമാണ്. പക്ഷേ കമൻറ്റ് ബോക്സ് നിറച്ചു ഇത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഇത്രത്തോളം പ്രശ്നങ്ങൾക്കിടയിലാണ് താൻ കിടക്കുന്നത് എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയ അരുണിമ പിറ്റേ ദിവസത്തെ എപ്പിസോഡിൽ എന്താണ് പറയേണ്ടത്? കൂട്ടുകാരെ ഇന്നലെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, ചങ്ങായി ഒന്നും ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും വീഡിയോ തുടങ്ങേണ്ടത്. പക്ഷേ അരുണിമ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കട്ടോ. സമയം 5 മണി കഴിഞ്ഞു. ഞാൻ എണീച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 ഡിഗ്രി ഒക്കെയാണ് കേട്ടോ തണുപ്പ്. ഇപ്പം ഭയങ്കര തണുപ്പായിട്ട് ആകെ ഒരു ജാക്കറ്റേ ഉള്ളൂ, അത് ബാഗിൻ്റെ ഉള്ളിലുണ്ട്, എടുത്തിടണം. എനിക്കറിയില്ല ട്രക്കിങ്ങിന് പോകാൻ പറ്റുമോ ഈ നേരത്തെ. ഉറക്കം സെറ്റായിട്ടില്ല, നടക്കുന്നേ.
പോകുന്ന വഴിയെല്ലാം ഫോഗാണ് കേട്ടോ. ഇതാണ് പിറ്റേ ദിവസത്തെ വീഡിയോ. അതായത് തലേ ദിവസം നമ്മളെല്ലാം ഇങ്ങനെ മുൾമുനയിൽ നിർത്തിച്ചിട്ട് പിറ്റേ ദിവസം അതിനെക്കുറിച്ച് ഒന്നും പറയാതെ അരുണിമ സാധാരണ ഒരു ദിവസം പോലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇട്ടത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അത് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി റീച്ചുള്ള ചാനലല്ലേ. റീച്ച് ഇപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നുന്നു അല്ലേ. അന്ന് അമേരിക്കത്തെ പ്രശ്നം ഉണ്ടായ സമയത്ത് ചെറിയൊരു റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് ഇടിഞ്ഞു തോന്നും. അപ്പം തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പേടിപ്പെടുത്തുന്ന രാത്രിയിൽ ഒറ്റയ്ക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്നെയിലും വീഡിയോയും കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് യാതൊന്നും നമ്മളോട് പറയുന്നില്ല. നമ്മളോട് മീൻസ് ഇത് കാണുന്ന ഇത്രയും പേടിച്ചരണ്ടിരുന്ന നമ്മളെപ്പോലുള്ള പ്രേക്ഷകരോട് അരുണിമ പറയുന്നില്ല. തലേ ദിവസം അയാൾ വളരെ മാന്യമായി അയാളുടെ റൂമിൽ കിടന്നു, ഞാൻ എൻ്റെ റൂമിൽ കിടന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ പേടിച്ച പോലെ ഒന്നുമില്ലായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതായത് അരുണിമ ഈ പറയുന്ന എല്ലാവരുടെയും ഹെൽപ്പ് മേടിക്കുകയും ചെയ്യും, എന്നിട്ട് അവരെ നൈസായിട്ട് തള്ളിയിടുകയും ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കണ്ടത്. അതായത് തലേ ദിവസത്തെ വീഡിയോയിൽ അരുണിമ പറയുന്നുണ്ട്, ഈ പറയുന്ന ആളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇയാളെ വീഡിയോയിൽ കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു എന്നുള്ളത് ആരോട് പറയാൻ പാടില്ല എന്നുള്ളത് അയാൾ പറഞ്ഞു. അത് അരുണിമ ഒരു സംശയ കണ്ണോടുകൂടി കണ്ടിട്ടാണ് തലേ ദിവസത്തെ വീഡിയോയിൽ നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല സഹായം ചെയ്തിട്ടുള്ള ഇയാളെ പിറ്റേ ദിവസം ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ല ആളായിരുന്നു എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇന്നിപ്പം വന്നിട്ട് അയാളെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല, ഒരു നല്ലതും പറയുന്നില്ല, ഒരു മോശവും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പം കാണുന്നവർ ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹെൽപ്പ് ചെയ്തു, അതിൻ്റെ ഒരു നന്ദി, ജസ്റ്റ് ഒരു നന്ദി. ഇത്രയും ഒരു അറിയാത്തൊരു നാട്ടിൽ ചെന്നിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് തന്നിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അത് തരാനുള്ള മനസ്സ് കാണിച്ച ആളാണ്. അപ്പോൾ അയാളെക്കുറിച്ച് മോശമായിട്ട് തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അതൊന്ന് മാറ്റി പറയാനുള്ള ഒരു മനസ്സെങ്കിലും അരുണിമ കാണിക്കണമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് അരുണിമയ്ക്ക് നന്ദിയില്ല. ഇത് തന്നെയാണ് അമേരിക്കയിലെ അച്ചായനിട്ട് അരുണിമ പ്രയോഗിച്ചത്. അതായത് അഭയം കൊടുത്ത ആളെ അവസാനം തള്ളിപ്പറഞ്ഞ് വീഡിയോ ഇട്ട് റീച്ച് മേടിച്ചു. ഇതാണ് അരുണിമ ചെയ്തത്. അപ്പോൾ അതിനൊന്നും കുറ്റമില്ല. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരുണിമ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അതായത് ആ കമൻറ്റ് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പേര് കമൻറ്റ് നോക്കും? ഈ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടു പോവും. അതായത് എന്ത് പറ്റി അരുണിമയ്ക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുക. ഓക്കെ, അത് നോക്കുന്നപ്പോഴത്തെ അതിൻ്റെ അകത്തൊന്നുമില്ല. എന്നിട്ടൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കിയോ റീച്ചിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കമൻറ്റിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കി നോക്കാം. കമൻറ്റ് ഇങ്ങനെയാണ്: രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു, മൃഗങ്ങളുടെ എല്ലാം ശബ്ദം ഞാൻ കേട്ടിരുന്നു, പെട്ടെന്ന് വളരെ സൈലൻസായി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് കിടന്നിരുന്നത്. ഗോദലഹാര ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് എമർജൻസി കോൺടാക്റ്റ് എല്ലാം അയച്ചിരുന്നു. ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, അതിനാൽ എനിക്ക് മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, നെറ്റ് ഓഫാക്കി വെക്കരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. മനസ്സിൽ പേടിയോടുകൂടി ഞാൻ പുറത്തുള്ള ബാത്റൂമിലേക്കെല്ലാം പോയി. ആ വ്യക്തിയുടെ അനക്കമൊന്നും കണ്ടില്ല. കുറച്ചു നേരം കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണർന്നു. രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എണീറ്റു. ആ വ്യക്തി എണീച്ചിരുന്നു. ആളുടെ വണ്ടിയിൽ എന്നെ ട്രെക്കിങ്ങിന് പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കി. ഇത്രയും ചെയ്തു കൊടുത്തു കേട്ടോ. വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു, അതിനാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഓക്കെ, പക്ഷേ തലേ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങേരുടെ വണ്ടിയിൽ കയറുന്നതും ഇയാളോട് സംസാരിക്കുന്നതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അരുണിമ. അപ്പം പിറ്റേ ദിവസം മാത്രം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, ഭയന്ന പോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ സുരക്ഷിതയായി ട്രെക്കിങ്ങിന് പോയി. രാവിലെ 5 മണിക്ക് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്, അദ്ദേഹത്തെ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞു. അതിനാൽ എനിക്ക് ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ സാധിച്ചില്ല. ഒരുപാട് കമൻറ്റുകൾ കണ്ടു, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനാലാണ് ഈ മെസ്സേജ് ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, രാവിലെ എണീറ്റ് പോകാൻ നേരത്ത് സമയം കിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണ് ഇന്നലെ ഇട്ടത്. ആ വീഡിയോൻ്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്തെങ്കിലും പറയായിരുന്നു, അത് ഇന്നലെ ഞാൻ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നെങ്കിലും പറയാമായിരുന്നു. എന്നിട്ട് അതൊന്നും വീഡിയോയിൽ പറയാതെ നൈസായിട്ട് വന്ന് കമൻ്റ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഇതാണ് പറയുന്നത്, കാണുന്നവരെ വെറുതെ പൊട്ടന്മാരാക്കരുത്. അതായത് അയാൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ഇവർക്കൊരു താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു സംഭവത്തെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, നൈസായിട്ട് അയ്യോ ഇവിടെ എനിക്ക് പേടിയാകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഇയാൾ ഈ ട്രെക്കിങ്ങിന് പോകുന്ന സ്ഥലത്ത് കൊണ്ടാക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാണ്ട് പോയിട്ട്
ഇപ്പോൾ പറയാം, രാവിലെ ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അയാളെ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. വേണ്ടടോ, എത്ര സമയം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആ നടക്കുന്ന സമയത്ത് പറയാലോ, അയ്യോ ഇന്നലത്തെ ആൾ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ മതി, ആളുകൾക്കെല്ലാം മനസ്സിലാവും. ഇതിപ്പോൾ നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്. ഈ ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് തലേ ദിവസം വീഡിയോ കണ്ടവരെല്ലാം ഇന്നത്തെ വീഡിയോ കാണണം. അത്രയും മാത്രമേ അരുണിമയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്നാലും കാണുന്നവരിങ്ങനെ പൊട്ടന്മാരാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും അരുണിമേൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. കാണുമ്പോൾ തന്നെ ഇപ്പോൾ മെക്സിക്കോത്തെ യാത്രയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും കാണാത്ത പല കാര്യങ്ങളും അരുണിമ കാണിച്ചു തരുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഉഡായിപ്പുകളും അരുണിമ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്തായാലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം അരുണിമേൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.